ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. ബീഫ് കഴിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഇഷ്ടം ഇതുപോലെ കഴിക്കാനാട്ടോ. സംഭവം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ. നിങ്ങൾ ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിട്ടോ. കുക്കറിലേക്ക് 800 ഗ്രാം ബീഫ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10 എടുത്തിട്ടുണ്ട് കേട്ടോ. അതും നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞുള്ളിയും ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്, ഒരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുഴുവനായിട്ടും കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ക്രഷഡോ ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് വിനീഗർ അല്ലെങ്കിൽ നാരങ്ങാ നീരോ ചേർക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടോ. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കർ അടച്ചു വെച്ചിട്ട് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 1-2 വിസിൽ മതി. അപ്പം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫ് വേവുന്ന നേരം കൊണ്ട് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുക. അതുപോലെ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഉള്ളിയും ഇതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. പ്രഷർ മുഴുവൻ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും അത്യാവശ്യം നല്ല വെള്ളം വന്നിട്ടുണ്ട്. ബീഫിൽ നിന്ന് വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബീഫൊക്കെ ആവശ്യത്തിന് വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടില്ല, ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇതുപോലൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലകളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്പം ക്ഷമയോട് കൂടിയിട്ട് സ്ലോ കുക്കിൽ ഈ വെള്ളമൊക്കെ വറ്റിച്ച് ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും അതുപോലെ തന്നെ ആ തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ ഡ്രൈ ആക്കി എടുക്കാൻ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്ലോ കുക്ക് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം, അതായത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഡ്രൈ ആക്കി ഈ ഒരു പരുവത്തിലേക്കൊക്കെ എത്തും കേട്ടോ. ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ പീസ് എടുത്ത് കഴിച്ച് ഇത് അവസാനം കുറഞ്ഞ് വരുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇനി അവസാനം വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അല്പം ക്ഷമയോട് കൂടിയിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്താണ്ടല്ലോ അലുവ കഷ്ണം പോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ്. ഒരുപാട് കറുപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിലർക്ക് ഭയങ്കരമായിട്ട് കറുപ്പിച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം. ഈ ഒരു പാകത്തിലാണെങ്കിൽ ഡബിൾ ഓക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ആ ബീഫിൻ്റെ ആയിട്ട് ടേസ്റ്റ് ഒന്നും പോവാതെ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. അതുപോലെ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.